ഗളധാനമാലം ചരദ്ഭോഗിമാലം ഗളാംബോധകാലം സദാദാനശീലം സുരാരാദികാലം മഹേശാത്മബാലം ലസത്പുണ്ട്രഭാലം ഭജേ ലോകമൂലം. ഗളാംബോധകാലം, ഗളത്തിൽ എന്ന് പറഞ്ഞാൽ കഴുത്തിൽ, അംബോധം പോലെ കാർമേഘം പോലെ കാലവർണ്ണമുള്ളവൻ. അതാരാണ്? ശിവൻ. നമ്മൾ ആരെ പറ്റിയാണ് പഠിക്കുന്നത്? ഇപ്പോൾ വിനായകനെ പറ്റി. വിനായകന് കറുത്ത നിറമുണ്ടോ? വിനായകന് സ്വർണ്ണ നിറമാണെന്ന് നമ്മൾ പഠിച്ചില്ലേ? ബ്രഹ്മ തേജസ്വിയാണ്. അച്ഛനാണെങ്കിൽ കാലവർണ്ണമുള്ളവനാണ്. ഇത് വൈരുദ്ധ്യമാണെന്ന് തോന്നിയേക്കാം. സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ട ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത്? അച്ഛൻ ബ്രഹ്മ തേജസ്വിയാണെങ്കിൽ ആനന്ദസ്വരൂപനാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അല്ലേ? മറന്നുപോയോ? അപ്പം ആനന്ദസ്വരൂപതയ്ക്ക് എന്താണുള്ളത്? ബ്രഹ്മവർച്ചസ്സാണുള്ളത്. സ്വർണ്ണവർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു അദ്വൈതിയാണ്. നാരായണ ഗുരുവല്ലേ ഇത് രചിച്ചത്. അച്ഛൻ കാലവർണ്ണമുള്ളവനാണെങ്കിലും മകന് ഒരുപക്ഷെ നമ്മൾ പ്രകടമായിട്ട് അത്തരം നിറങ്ങൾ കണ്ടില്ല എങ്കിലും ശിവസ്വരൂപതയിൽ നിന്നും ആവിർഭൂതമായതാണ് വിനായകനും. വിനായകനും ശിവനും അവിടെ അന്യഭേദമില്ല, അനന്യതയാണുള്ളത്. ബാഹ്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇവിടെ പ്രസക്തമല്ല എന്നർത്ഥം. ഗുഹാഷ്ടകം പഠിക്കുമ്പോൾ പറയുന്നില്ലേ, ശാന്തം ശംഭു തനൂജം സത്യമനാധാരം ജഗദാധാരം. ശാന്തമായിരിക്കുന്ന ശംഭു, ശംഭുവിന് ശാന്തതയുണ്ടെന്ന് അർത്ഥം. ആരാണ് ശംഭു? അതും ശിവൻ തന്നെയാണ്. ശമ്മിനെ ഭവിപ്പിക്കുന്നവൻ. ശം എന്ന് പറഞ്ഞാൽ സുഖം, സുഖമുള്ളവൻ എന്നർത്ഥം. എന്തുകൊണ്ടാണ്? ശാന്തതയുണ്ട്. എവിടെ നിന്നാണ് ശാന്തി വരുന്നത്? സമാധാനമുള്ളതുകൊണ്ടാണ്. ആനന്ദസ്വരൂപനാണെന്ന് സ്വയം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അവിടെ ശാന്തിയുള്ളൂ. അപ്പം ശാന്തത വരുന്നത് തൻ്റെ സ്വത്വത്തിൽ സമ്പൂർണമായി വ്യാപരിക്കുമ്പോഴാണ്. സമ്പൂർണമായി വ്യാപരിക്കാൻ കഴിയുന്നില്ല. അതിന് തടസ്സമായി നിൽക്കുന്നത് മനസ്സ് തന്നെയാണ്. അപ്പോൾ ശിവം എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള ബോധം മാത്രമേ ഉള്ളൂ. അവിടെ മനസ്സില്ല, സ്റ്റാറ്റിക്കാണ്. അങ്ങനെയുള്ളതായ ശിവപെരുമാൻ്റെ തനുവിൽ നിന്നും ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ ആ അസ്തിത്വത്തിൽ നിന്ന് ആവിർഭൂതമായിട്ടുള്ളതായ തൻ്റെ മകനും ആനന്ദസ്വരൂപം തന്നെയാണ്, ബ്രഹ്മതേജസ്സുള്ളവനാണ്. അവിടെ ശിവനും സുബ്രഹ്മണ്യനും വേറെ വേറെയല്ല. ശിവനും വിനായകനും വേറെ വേറെയല്ല. വേറെ വേറെ കാണുമ്പോൾ ബാഹ്യമായ വ്യത്യാസങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. ആന്തരികമായി കാണുമ്പോൾ ഒരു വ്യത്യാസങ്ങളുമില്ല. ഒരേ സത്യസ്വരൂപം തന്നെയാണ് പല രൂപങ്ങളായിട്ടും പല ഭാവങ്ങളായിട്ടും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ശിവൻ ഇവിടെ കറുത്ത നിറമുള്ളവനാണ്. ഗുരു ശിവപ്രസാദ പഞ്ചകത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ശിവശതകവും ശിവപ്രസാദ പഞ്ചകവും ശിവനെ നേരിട്ട് സ്തുതിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതായ കൃതികളാണ് എങ്കിൽ തന്നെയും ഗുരുവിൻ്റെ എല്ലാ കൃതികളിലും ശൈവരസം തുളുമ്പി നിൽക്കുന്നത് കാണാൻ കഴിയും. ശൈവേയനാണ്, അദ്വൈതീയമാണ്. ഒരു ശിവമഹിമ ഗുരുവിൻ്റെ ജീവിതത്തിലുടനീളം കാണാൻ കഴിയും. അരുവപ്പുറത്ത് ആ ശങ്കരൻ കുഴിയിൽ നിന്നും ഒരു ശിലയെടുത്ത് അരുവപ്പുറത്തെ പാറയിൽ വെച്ചിട്ട് ഗുരു പറഞ്ഞത് ശിവനാണെന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഗുരുവാണെങ്കിൽ മഹായോഗീശ്വരൻ, ശിവനാണെന്ന് പറഞ്ഞാൽ അത് ശിവനാണ്, പിന്നെ മറ്റൊന്നല്ല. എന്താണോ ഗുരുവിൻ്റെ നാവിൽ നിന്നും ആധരപുടങ്ങളിൽ നിന്നും ഏത് തരത്തിലുള്ള വാക്കുകളാണോ വരുന്നത് ആ വാക്കുകൾ സത്യമാണ്. കാരണം ഗുരു സത്യത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന മഹാത്മാവാണ്, സത്യം തന്നെയാണ്. അങ്ങനെയുള്ളതായ ഗുരു മൊഴിയുന്നു, ഇത് ശിവനാണ്. വേദാന്തികൾ സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത് മുഴുവനും ശിവമയമാണ്. ഗുരുവിൻ്റെ പദീയങ്ങളെല്ലാം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുക, തേവാര പദീയങ്ങളെല്ലാം തമിഴ് കൃതികൾ. ഇപ്പം ശിവപ്രസാദ പഞ്ചകവും ശിവശതകവുമൊക്കെ നമുക്ക് തരുന്നത് അനാദിയായ ഒരു സംസ്കാരമാണ്, ശൈവ സംസ്കാരമാണ്. അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അത് പശുപതി ശിവനിൽ നിന്ന് തുടങ്ങുകയാണ്. പശുപതി ശിവൻ്റെ കാലം ഏതാണ്? അത് കാലമില്ല, കാലാതീതനാണ്. ഇങ്ങനെ കാലാതീതമായിരിക്കുന്നതായൊരു സത്യത്തെ കാലത്തിൽ ശരീരവുമായി ആവിർഭൂതനായിരിക്കുന്നതായൊരു ഗുരു കാലാതീതമായി വർത്തിച്ചുകൊണ്ട് തന്നെ നമുക്കത് പറഞ്ഞു തരുന്നു. ശിവപ്രസാദ പഞ്ചകത്തിൽ ഗുരു പറയുന്നില്ലേ, ഗളമുണ്ട് കറുത്തതു നീകരളം, കളമുണ്ടതു കൊണ്ട് കൃപാനിധിയെ, കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ, കളവുണ്ടൊരു സീമ നിനക്ക് നൈ. എന്താണ്? നിന്റെ കഴുത്ത് കറുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ എന്താ കണ്ടത്? അംബോധം പോലെ, ഗളാംബോധ കാലം. എങ്ങനെയാണോ നിന്റെ ഗളങ്ങൾ കറുത്തിരിക്കുന്നത് എന്ന് വിനായകാഷ്ടകത്തിൽ പറയുന്ന അതേ മാനത്തിൽ തന്നെയാണ് ശിവപ്രസാദ പഞ്ചകത്തിൽ ഗുരു പറയുന്നത്. ഗളമുണ്ട് കറുത്തത് നീകരളം, കളമുണ്ടത് കൊണ്ട് കൃപാനിധിയെ, കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടൽ, കളവുണ്ടൊരു സീമ നിനക്കു നൈ. എന്താണ്? നിന്റെ കഴുത്ത് കറുത്തിരിക്കുന്നു. കൃപാനിധിയെ എന്ന് വിളിക്കുകയാണ്. ഗുരു എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടെ ശിവൻ എങ്ങനെയാണ് കൃപാനിധിയായിരിക്കുന്നത്? വളരെ വ്യക്തമാണ്. അത് നീ കാളകൂട വിഷം ഭക്ഷിച്ചതുകൊണ്ടാണ്, അല്ലേ? കളമുണ്ട്, വിഷം ഉണ്ടെന്നർത്ഥം. കളം എന്ന് പറഞ്ഞാൽ വിഷം, ഗരളം എന്ന് പറഞ്ഞാലും വിഷം. ഗുരുവിൻ്റെ വാക്കുകളുടെ കളിയുണ്ടോ? ഒരു സാധാരണ കവിത്വസിദ്ധിയല്ല ഗുരുവിൻ്റെ കവിത്വസിദ്ധി എന്ന് പറയുന്നത്. ആ കവി പ്രതിഭ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതാണ്. തമിഴ് സാഹിത്യത്തിനും സംസ്കൃത സാഹിത്യത്തിനും മലയാള സാഹിത്യത്തിനും ഗുരു കൊടുത്ത സംഭാവന. കളമുണ്ടൊരു സീമ നിനക്ക് നഹി. കളമുണ്ട്, കളം ഭക്ഷിച്ചു. ഇവിടെ കടലിൻ്റെ കരാളമായ നിറത്തോട് ഉപമിക്കുന്നു. പുറംകടലിൽ ചെന്ന് കഴിഞ്ഞാൽ പോയിട്ടുള്ളവർക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും, കറുത്ത ഇരുണ്ട നിറമാണ്. ഭയം തോന്നും ആദ്യം പോകുന്നവർക്കൊക്കെ. കടലിൽ പോകുന്നവരോട് ചോദിച്ചാൽ അറിയാം, കടൽ തീരത്തിരുന്നുകൊണ്ട് കടലിനെ കാണുന്ന പോലെയല്ല അത്. പുറംകടലിൽ ചെല്ലുമ്പോൾ കരകാണാ കടലാണ്. ആ കടലിൻ്റെ കരാളമായ നിറം അതിനോട് ഉപമിക്കുകയാണ് ശിവൻ്റെ കണ്ഠത്തിന്. അങ്ങനെ മേഘം പോലെ ഉള്ളതായ കടലിന് എന്നാലൊരു പരിധിയുണ്ട്, അല്ലേ? എത്രയായാലും യാത്ര ചെയ്ത് പോയി കഴിഞ്ഞാൽ അക്കരെ എത്തും. അതിനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് അതിന് ഒരതിരുണ്ട്. പക്ഷേ നീ അമേനാണ്, സീമ നിനക്ക് നഹി. നിനക്ക് സീമയില്ല, അതിരുകളില്ല. നീ അതിരുകളില്ലാത്തവനാണ്, അപ്രതിരോധ്യനാണ്. എന്നാൽ നീ എന്തിനാണ് ഈ കാളകൂട വിഷം വിഴുങ്ങിയത്? നമുക്കറിയാം ആ കഥയൊക്കെ. കാളകൂടം വിഷം വിഴുങ്ങിയ ഭഗവാൻ കൃപാനിധി അല്ലാതെ പിന്നെന്താണ്?
എന്തുകൊണ്ടാണ് കൃപാനിധിയായിരിക്കുന്നത്? ആ കഥ എല്ലാവർക്കും അറിയാം. കാളകൂട വിഷം ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഭൂമി ഹരിച്ചു പോകും. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അത് കഴിക്കുന്നു എന്നാണ് കഥ. പാർവതി വന്നിട്ടത് ഇറങ്ങിപ്പോകാതെ കഴുത്തിന് പിടിച്ചിട്ട് അത് തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ നീലകണ്ഠനായി. അപ്പോൾ ഇവിടെ ഒരു സമയത്ത് ആനന്ദസ്വരൂപനാണെന്ന് പറയുന്നതായ തൈജസഭാവം, മറുവശത്ത് കാളകൂടം പോലെയുള്ളതായ വിഷം ഭക്ഷിച്ചുകൊണ്ട് കറുത്തിരണ്ടിരിക്കുന്നതായ ശരീരം കാണുമ്പോൾ എന്താണ്? ഒരു താമസികമായ ഒരു സ്വഭാവം കാണുന്നു, അല്ലേ? ഒരു വശത്ത് തൈജസ്യവും മറുവശത്ത് താമസികവുമായ ഒരു തലം, ഒരു അസ്തിത്വത്തിൽ തന്നെ കാണുന്നു. രണ്ട് വശങ്ങളും നമ്മൾ കാണുന്നു. എങ്ങനെയാണോ അവിടെ ബ്രഹ്മതേജസ് ആയിട്ടിരിക്കുന്നതായ തൈജസഭാവം, അതോടൊപ്പം തന്നെ കാർമേഘ നിറം പോലെയുള്ളതായ താമസികമായ ഭാവവും കൂടി ഒരുവനിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നു, ഒരുവനിൽ തന്നെ സംഗതമായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈശാവാസ്യോപനിഷത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയും കാണാമല്ലോ, ഈശൻ ജഗത്തിലെല്ലാം ആവസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. സകലത്തിലും തേജസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ പറയുന്ന എന്താണ്? ആസുരം ലോകമൊന്നുണ്ട്, കോരിരിട്ടാൽ അത് ആവൃതം. മോഹമാർന്ന ആത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. ഒരു സന്ദർഭത്തിൽ തന്നെ ഈശൻ ആവാസിതമായിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് തന്നെ ആസുരീയമായൊരു ലോകവും കൂടി നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു. എപ്പോഴും ഇതുപോലെയുള്ളതായ വേദാന്ത കൃതികളിൽ ഈ രണ്ട് വിരുദ്ധ ഭാവങ്ങളെയും എടുത്ത് കാണിക്കും. അപ്പോൾ വൈരുദ്ധ്യങ്ങൾ കാണുന്നത് നമ്മുടെ ബുദ്ധിയിലാണ്. പ്രത്യക്ഷത്തിൽ നോക്കാം, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് അംഗീകരിക്കേണ്ടി വരും ഇത് വൈരുദ്ധ്യമാണല്ലോ എന്ന്. പക്ഷേ ഈ വൈരുദ്ധ്യങ്ങളെ ജീവിതത്തിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഒരു സന്ദേശം തരികയാണ്. ഈ വൈരുദ്ധ്യങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് ഒരു സമന്വയ ബുദ്ധിയിൽ നമുക്ക് ഇരിക്കാൻ കഴിയുമോ ഇല്ലയോ? അതൊരു സാധനയാണ്. ഇപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുളും വെളിച്ചവും കൂടി ചേർന്നല്ലേ? ഒരു രാത്രിയുണ്ട്, ഒരു പകലുമുണ്ട്. അപ്പോഴേ ഒരു ദിവസം പൂർണ്ണമാകുന്നുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ചെറിയ ചെറിയ സന്ദർഭങ്ങളും എടുത്താൽ ആ ജീവിത സന്ദർഭങ്ങളിലെല്ലാം എപ്പോഴും ഈ രണ്ട് വശങ്ങളെ കണ്ടുകൊണ്ടിരിക്കും. അവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളെ എത്രമാത്രം ഈ വൈരുദ്ധ്യങ്ങൾ നമ്മളെ ഭരിക്കുമോ ആ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. അപ്പോൾ തൻ്റെ ബുദ്ധിയിൽ ഒരു ഏകത്വ ദർശനം, ഒരു സമന്വയ ദർശനം ഈ വേദാന്ത കൃതികളിലെല്ലാം ഉള്ളടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വാസ്തവത്തിൽ നീ ഇങ്ങനെ തൈജസികവും താമസികവുമായിട്ടുള്ളതായ രണ്ട് ഉഭയമൂല്യങ്ങളെയും, രണ്ട് മൂല്യങ്ങളെയും ഒരുപോലെ തന്നെ തന്നിൽ ഉൾക്കൊണ്ടുകൊണ്ട് സദാസമയവും ഈ പ്രപഞ്ചസർജനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. സദാസമയവും നിന്നിൽ നിന്ന് തന്നെയാണ് ഈ ദൃശ്യപ്രപഞ്ചം ആവിർഭൂതമായിക്കൊണ്ടേയിരിക്കുന്നത്. എൻ്റെ കേന്ദ്രബിന്ദു എവിടെയാണ്? ശിവശതകത്തിലോ അല്ലെങ്കിൽ വിനായകാഷ്ടകത്തിലോ ശിവപ്രസാദ പഞ്ചകത്തിലോ ഗുരു വിനായകനെ കാണുമ്പോഴും ശിവനെ കാണുമ്പോഴും സുബ്രഹ്മണ്യനെ കാണുമ്പോഴുമെല്ലാം ഗുരു കാണുന്നത് ആത്മോപദേശ ശതകത്തിലും മറ്റും കാണുന്നതായ അറിവ് തന്നെയാണ്.